കാലങ്ങളിൽ സീക്രട്ട് ആയിട്ട് കൊണ്ടുവരുന്ന ഒരു സാധനമാണല്ലോ ഇപ്പം ജനങ്ങൾക്കായിട്ട് കൊടുക്കുന്നത്. കോടികൾ പറഞ്ഞിട്ട് കൊടുക്കാതെ ഒരു ബിരിയാണി കൂട്ട്. കോഴിക്കോട് പുനൂരിൽ ചെറിയ രീതിയിൽ തുടങ്ങിയ ഒരു ബിരിയാണി ഷോപ്പ് 30 വർഷം കൊണ്ട് വളർന്ന ആളുകൾ ഇഷ്ടപ്പെട്ട ഒരു ബിരിയാണി ബ്രാൻഡായ ആ സ്പെഷ്യൽ ബിരിയാണി മസാലക്ക് ആവശ്യക്കാരേറിയപ്പോൾ അതിനൊരു ഫാക്ടറി സ്ഥാപിച്ച് അത് ബിരിയാണി സൂക്കിന്റെ പേരിൽ ഒരു ബ്രാൻഡാക്കി വിപണിയിൽ എത്തിക്കുന്നതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം ഓമശ്ശേരിയിലെ റോയാദിൽ വെച്ച് നടന്ന ഒരു കിടിലൻ പരിപാടിയുടെ വിശേഷങ്ങളാണിന്ന്. അപ്പോൾ ഗൈസ്, നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ പൂനൂര് അവേലെന്ന് പറഞ്ഞൊരു കൊച്ചു ഗ്രാമത്തിൽ തുടങ്ങിയ ഒരു ബിരിയാണി കഥയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ഇത് ഷമീർക്ക എന്തൊക്കെയാ ഷമീർക്കാതെ കയ്യിലൊക്കെ പിന്നെ മസാലയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ബിരിയാണി സൂക്ക് എന്ന് പറയുന്ന ഒരു ബിരിയാണി, അത് നമ്മുടെ കൊടുവള്ളിയിലും നമ്മുടെ കോഴിക്കോട് ഏരിയയിലൊക്കെ ഫേമസ് ആയ ഒരു സാധനമാണ്. അപ്പോൾ അതിൻ്റെ ബിരിയാണിയുടെ ഒരു കൂട്ട് അല്ലെങ്കിൽ ബിരിയാണി മസാല നിങ്ങൾ പുറത്തൊക്കെ അങ്ങ് കൊടുക്കുകയല്ലേ ഷമീർക്ക? ആ ബിരിയാണി മസാല പൊടിച്ച് പാക്കാക്കി കൊടുക്കുന്ന ഒരു കാര്യമാണ് നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പുതിയ കൂട്ടുമായിട്ട് ഇവരിതാ ബിരിയാണി വെച്ചിട്ട് ഞങ്ങൾക്കൊക്കെ തരികയാണ്. ഷമീർക്ക, എത്ര വർഷമായി നിങ്ങൾ ഈ മേഖലയിൽ? 30 വർഷമായി. 30 വർഷമായിട്ട് ഷമീർക്ക അതിൻ്റെ ഇടയിൽ ഇതാ ദമ്മിടുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. 30 വർഷമായിട്ട് ബിരിയാണി ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ. അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട ഒരു ബിരിയാണിയാണിത്. അപ്പോൾ എന്താണ് നിങ്ങളുടെ എക്സ്പീരിയൻസ്? എന്താണ് നിങ്ങൾക്ക് പിന്നെ ബിരിയാണിയുടെ ഒരു ഇത്ര വെറൈറ്റി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ബാക്കിയുള്ളവരിൽ നിന്നും വ്യത്യസ്തമായിട്ട്? അതായത് 30 വർഷത്തെ ഒരു എക്സ്പീരിയൻസ് തന്നെ. പിന്നെ കല്യാണ വീടിലാണ് നമ്മളെ തുടക്കം. അപ്പോൾ അവിടുന്ന് തുടങ്ങി ഇപ്പോൾ ഇതിങ്ങനെ വളർന്നു. ഇനിയിപ്പോ നമുക്ക് കേരളത്തിനെ മൊത്തം എത്തിക്കണം. എത്തിക്കണം. അപ്പോ അത് പിന്നെ കേരളം കഴിഞ്ഞ് പിന്നെ ലോകം മുഴുവൻ എത്തിക്കണം. അതൊക്കെയാണ് നമ്മുടെ സംഭവം. അപ്പൊ ഇതാ ബിരിയാണി ഒരു സൈഡിൽ ചോറാകുന്നുണ്ട്, ഒരു സൈഡിൽ ഇതാ ദമ്മിടാൻ വേണ്ടിയിട്ട് മൈദ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലാസ്റ്റ് സെക്ഷനിലാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. അപ്പൊ ഇതാ ബിരിയാണി അങ്ങനെ ദം ചെയ്യുന്നത് കണ്ടുക്കോ നിങ്ങൾ. ഇതാ ഇതുപോലെയാണ് ദം ചെയ്യുക. ഇവിടെ ചൂടായിട്ട് നിന്നിട്ട് മക്കളെ ഇതാ ബിരിയാണി മൈദ വെച്ച് ഇതാ അടിച്ചു. അപ്പൊ ദമ്മായി. ഈ ബിരിയാണി കഥയുടെ രണ്ടാമത്തെ പാർട്ടുകളാണ് അസ്ലമൻ, ഇത് ആദിൽ. അപ്പോൾ പിന്നെയുള്ള കഥ ഇവിടുന്നാണ് തുടങ്ങുന്നത്. ഇവരാണ് പിന്നെ നമ്മുടെ ഷമീർ ഖാനെ വേറൊരു തലത്തിലേക്ക് എത്തിക്കുന്നത്. ഇവർ ഇതിനൊരു ബ്രാൻഡാക്കി ഷോപ്പുകളൊക്കെ ഇട്ടു. ആ ബിരിയാണി നാട്ടുകാർക്ക് എത്തിക്കുകയും ചെയ്തു. അതിൻ്റെ പുറത്ത് പിന്നെ അല്ലേ അങ്ങനെയല്ലേ കഥ? ആ ഒരു കഥ പിന്നെ നാട്ടുകാർ ഇഷ്ടപ്പെട്ടു, നാട്ടുകാർ ഏറ്റെടുത്തു. അങ്ങനെ ഇവിടം വരെ ഇങ്ങനെ പോരുകയാണ്. അപ്പൊ ഒരുപാട് ഇനി ഈ രുചിക്കോട്ട് നമ്മൾ എല്ലാവരിലും എത്തിക്കാന്നുള്ള ലക്ഷ്യം. യെസ്. അത് കേരളക്കരയാണോ അല്ലെങ്കിൽ കേരളം വിട്ടിട്ടും പോകും. ഇപ്പൊ ഫസ്റ്റ് കേരളാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ബ്രാൻഡിന്റെ പേര് ബിരിയാണി സൂപ്പ്. കഥ പറയും കൂട്ട്. അപ്പൊ ഇതാണ് നമ്മുടെ കഥ. ഇനി കഥകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കഥയിലെ ഇനിയുള്ള നായകനെ അപ്പൊ ഇതാ മൂന്നാമത്തെ ആള് ജവർക്ക. പിന്നെ എങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങൾ? നമ്മൾ കൊടുവള്ളി പൂനൂരൊക്കെ ഷോപ്പ് ഇട്ടു. അതിനുശേഷം നിങ്ങളൊരു പ്ലാൻ എന്തായിരുന്നു? ശരിക്കും നിങ്ങൾ എന്തായിരുന്നു ഉദ്ദേശിച്ചത്? നമ്മളിപ്പോ വേൾഡിൽ ഫുള്ള് നമ്മളെ ഈ പ്രൊഡക്റ്റ് എത്തിക്കാണ്. ഇത് എങ്ങനെ ഞങ്ങളെ ഒരു പുതിയൊരു സംവിധാനം ഒരുക്കുകയും അതിന് വേണ്ടിയിട്ടുള്ള എന്തൊക്കെ സൗകര്യങ്ങൾ ഞങ്ങൾ ഒരുക്കി ഒരു ബിരിയാണി കൂട്ടുകൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും? അത് ഒരുപാട് വർഷങ്ങൾക്ക് മുന്നുള്ള ഒരു റെസിപ്പിയാണ്. അപ്പൊ ഇനി മാർക്കറ്റിലേക്ക് നമ്മൾ കൊണ്ടുവരാണ്, പുതിയതായിട്ട് കൊണ്ടുവരാണ്, ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ, ജനങ്ങളിലേക്ക് എത്തിക്കാന്നുള്ള എല്ലാ ജനങ്ങളിലേക്കും എത്തിക്കാം. കൊടുവള്ളി ജനങ്ങളിലേക്ക് സാധനം എത്തിക്കാന്ന്. അപ്പോൾ അതിനുള്ള മാർക്കറ്റിംഗ് രീതികൾ, മാർക്കറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തു. പാക്കിംഗ് ആയി, പാക്ക് അടിച്ചു. അതിനുള്ള ഒരു വിത്തിൻ 1 വീക്ക് നമ്മൾ മാർക്കറ്റുകളിൽ ഏതൊരു ഷോപ്പിലും ബിരിയാണി സൂക്കിന്റെ മസാല ഉണ്ടാവും ചോദിച്ചാൽ അവിടെ ഉണ്ടാവും. സൂപ്പർ മാർക്കറ്റിലും എല്ലാത്തിലും ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കൺസെപ്റ്റ്, കാരണം നമ്മളൊരു സ്വപ്നം കാണുക, ആ സ്വപ്നത്തിനെ സാക്ഷാത്കരിക്കുക. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്വപ്നം കണ്ട് കിടന്നുറങ്ങിയൊരു കാര്യമല്ല. ഇവരെ പോലെ പണിയെടുത്താൽ കിട്ടുന്ന കുറേ സംഭവങ്ങളാണ്. അപ്പോൾ ഇത് ഒരു ഇൻസ്പിറേഷനാണ്. പല ആളുകൾക്കും പല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരു ഇൻസ്പിറേഷൻ ആയിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം ഇവരെ പോലെ ആകാൻ ശ്രമിക്കുക എല്ലാവരും. അപ്പോൾ ഇതൊരു സ്വപ്നമല്ല, ഇത് യാഥാർത്ഥ്യത്തിലേക്ക് ഞങ്ങൾ എത്താൻ പോവാണ്. ഒരുപാട് വിശിഷ്ടാതിഥികൾ പങ്കെടുത്ത ഈ ഒരു പരിപാടിയിൽ ഇവരുടെ ബിരിയാണി മസാലയിൽ തയ്യാറാക്കി എല്ലാവർക്കും വിളമ്പിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ലോഗോ ലോഞ്ച് ആണ്. അതിനായിട്ട് സിനിമയിൽ ഒരു ഡയലോഗ് ഉണ്ട്, കഴിക്കുന്നവരുടെ വയം മാത്രമല്ല മിന്നാമിനുങ്ങ് എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ദേശീയ അവാർഡ് നേടിയ മലയാളികളുടെ, നമ്മുടെ കോഴിക്കോടിന്റെ സ്വകാര്യ അഹങ്കാരം അഭിമാനവുമായി മാറിയ നമ്മുടെ സ്വന്തം സുരഭി ലക്ഷ്മി മണിയന്റെ മാത്രമല്ല മലയാളത്തിലെ മുഴുവൻ ഹൃദയം കവർന്ന മാണിക്കുമായും അതോടൊപ്പം തന്നെ ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ള ചെയർമാൻ MD കാനാട്ട് ലാൻഡ് ആൻഡ് പ്രോപ്പർട്ടീസ് മിസ്റ്റർ സുലൈമാൻ കാനാട്ട് സാറിനെ ഏറ്റവും സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി മാർക്കറ്റിംഗ്
എന്ന സിനിമയിലൂടെ നമ്മുടെ എല്ലാവരുടെയും ഹൃദയം കയറുന്ന ഒരു എല്ലാവരെയും ഇത് വലിയൊരു സന്തോഷത്തിന്റെ നിമിഷമാണ്. ഒരുപാട് വർഷത്തെ സ്വപ്നങ്ങളുടെ ഒരു തുടക്കമാണ് ഈ കഥ പറയുന്ന കൂട്ട് ബിരിയാണി സ്പൈസ് റോഡിന്റെ ബിരിയാണി മസാലയുടെ നമുക്കിതാ ഇവിടെ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. അടുത്തതായി നമ്മുടെ മന്തി മസാലയുടെ ലോഞ്ചാണ്. മന്തി മസാല ലോഞ്ച് ചെയ്യാനായിട്ട് നമ്മുടെ MLA റഹീം സർ ഇത് ലോഞ്ച് ചെയ്യാം. ബിരിയാണി മസാല, മന്തി മസാല ആൻഡ് ഇതാണ് ഫ്രൂട്ട് പിക്കലിലൂടെ ലോഞ്ചിങ് നടത്തിയിരിക്കുകയാണ്. സ്വപ്നമായ ഈ ബിരിയാണി സൂപ്പിന്റെ സ്പൈസ് റൂട്ട് കഥ പറയുന്നത് ഇവിടെ ഇന്ന് തുടക്കം കുറിക്കുകയാണ്. ഇതൊരു സംഭവമാണ്. ഇപ്പോൾ ഷെഫിളനെ പോലത്തെ ആൾക്കാരെ ഇതിന്റെ ഒരു പിന്നെ ബ്രാൻഡ് അംബാസഡർ ആയിട്ട് എല്ലാവരും ഒരു ഷെയ്ക്കാൻ്റെ ഒരു കയ്യടി കൊടുക്കുന്നത്. കാരണം അങ്ങനെയാണ് ബ്രാൻഡാവും. ഇത് നിങ്ങൾ ബ്രാൻഡാവും. നിങ്ങളെ കണ്ടാലും ഇതൊരു നല്ലൊരു പോയിന്റാണ്. ചാൻസ് വേറെ ആൾക്ക് കൊടുക്കരുത്. ഒരു ഫുഡിന് ആക്ച്വലി എൻ്റെ വീട്ടിലെ കുട്ടികൾ എല്ലാവരും ഒരു ഫാനാണ്. ഇവരുടെ ബിരിയാണി എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദ ബെസ്റ്റ് ബിരിയാണിയാണ്. കാരണം എസ്പെഷ്യലി ഈ പിക്കിൾ ഞാൻ ധൈര്യമായിട്ട് കൈയടിക്കാം. ധൈര്യം ഞാൻ അഷുറൻസ് തരാം. നിങ്ങൾക്ക് എവിടെ ഈ ബിരിയാണി കാണാം. ഇത്രയും നല്ല ടേസ്റ്റുള്ള ബിരിയാണി ഞാൻ എൻ്റെ അടുത്തും എൻ്റെ വീട്ടുകാരും കഴിച്ചിട്ടില്ല. അസ്സലാമലൈക്കും, എല്ലാവർക്കും നമസ്കാരം. വളരെയധികം സന്തോഷവും നന്ദിയും തോന്നുന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി ഉണ്ടാവണം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഇന്ന് ഈ ഒരു ബിരിയാണി കൂട്ടിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട്, ലോഞ്ചിന് വേണ്ടിയിട്ട്, കഥ പറയും കൂട്ടിൻ്റെ ലോഞ്ചിന് വേണ്ടിയിട്ട് ഇവിടെ എത്തിച്ചേരാൻ പറ്റിയത് അതിനെന്നെ ക്ഷണിച്ച ഷമീർ ഖാൻ, അസ്ലം ഖാൻ, നിങ്ങളുടെ ടീമിനോടും അദ്ദേഹത്തിന് പ്രണവിനോടും ടീമിനോടും എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുകയാണ്. MIT മൂസയിൽ പൊട്ടത്തരവും മണ്ടത്തരവും പറയുന്ന 4ാം ക്ലാസ്സിൽ 4 വട്ടം തോറ്റ ഒരു പഹേത്തി വേണം എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട മൂസക്കായി തന്നെയാണ് ഇങ്ങനെ ഒരാൾ നെൽക്കുരു പഞ്ചായത്തിലുണ്ട് എന്ന് പറഞ്ഞത്. അപ്പോൾ മീഡിയ വണ്ടിൽ അവരുടെ ടീമിനെയൊക്കെ പോയി കണ്ടപ്പോൾ പറഞ്ഞു, നമ്മളിപ്പോഴുള്ള മുസ്ലിം കൾച്ചറിലുള്ള ആളുകളുടെ സംസാര രീതി അല്ല നമുക്ക് വേണ്ടത്. ഒരു 4ാം ക്ലാസ്സിൽ അതന്നെ കഷ്ടി ഒരു 4 വട്ടമൊക്കെ തോറ്റു ഇരിക്കുന്ന ഒരു പഴയ ഒരു 70-80 വയസ്സുള്ള ഉമ്മുമ്മമാർ പറയുന്ന ഒരു രീതി വേണം. ആട്ടെ കീഞ്ഞ് പാഞ്ഞാഞ്ഞ് കൊയമാന്തല് കുണ്ടറാച്ചിയടാ ആകൊരു വൗസായില്ല എന്നൊക്കെ പറഞ്ഞു. ഈ അച്ചാറൊക്കെ കൂട്ടി തിന്നാൻ നല്ല വൗസാവുന്നാണ് തോന്നുന്നത്. ഇവന് വെട്ടും കലേന്റെ ആളാണ്. അതുകൊണ്ട് നമുക്ക് അറിഞ്ഞൂടെ, ഞാൻ സിനിമ കണ്ടിട്ടില്ല. സോറി, എനിക്ക് അത്രയും കാണാനുള്ള ഒരു ശക്തി ഇല്ലാത്തതുകൊണ്ട്. നമ്മളിതൊക്കെ ഒരു പകല് മനസ്സല്ലേ അല്ലേ? നമ്മളിവിടുത്തെ എന്താണ് നമ്മളെ ബിരിയാണിയും ഒക്കെ തിന്നിനി മന്തിയും ഒക്കെ തിന്നാനുണ്ട്. പിന്നെ എന്നെ ബ്രാൻഡ് അംബാസിഡർ ആക്കണ്ടെന്ന് പറയാണ്ട് പറഞ്ഞിക്കണം മൂപ്പര്. പക്ഷെ അതിൽ കാര്യമില്ല. നമ്മളൊരു നാട്ടുകാരി, നമ്മളെ നാട്ടിലെ ഒരു പ്രോഡക്റ്റിന്റെ ഒരു ഇതുണ്ടാകുമ്പോൾ നമ്മൾ ഇങ്ങനെ തന്നെ കാണിക്കണം. ഞങ്ങളിത് അവതരിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ ഈ ലോകത്തിന്റെ മുന്നിലേക്ക് ഞങ്ങളുടെ കൊടുവള്ളിക്കാരുടെ, ഞങ്ങളുടെ കോഴിക്കോട്ടുകാരുടെ, ഞങ്ങളുടെ നാട്ടുകാരുടെ ഒരു പ്രോഡക്റ്റ് ഇതാ ഞങ്ങൾ എത്തിക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും കാണിക്കേണ്ടത് ഒരു നാട്ടുകാരി എന്നുള്ള നിലയിൽ, നമ്മളൊരു കൂട്ടുകാരി എന്നുള്ള നിലയിൽ തീർച്ചയായിട്ടും MLA അതിന് പ്രത്യേക തരത്തിൽ നമ്മൾ നിങ്ങൾ സാക്ഷിയല്ലേ. അപ്പോൾ ഇവിടെ ഒരു കച്ചറ പിച്ചറ കുറ്റിച്ചറ മാനാഞ്ചറ നമ്മൾ ഇവിടെ നടക്കും. എന്തായാലും ആ MIT മൂസയിലൂടെയാണ് ഇവിടെ ഉള്ള ഒരുപാട് ഓരോ ഉമ്മുമ്മമാരുടെ, ഞങ്ങളെ വല്യമ്മേനെ ഓർമ്മയുണ്ട്, എൻ്റെ ഒരു വല്യമ്മയുണ്ട് ഇങ്ങനെ, അല്ലെങ്കിൽ എൻ്റെ മൂത്തെത്താത്ത എങ്ങനെയാണ്, എൻ്റെ ഉമ്മച്ചി ഇങ്ങനെയാണെന്ന് പറഞ്ഞ് വീട്ടിലുള്ള പ്രായമുള്ള ആളുകളുമായിട്ടാണ് പലപ്പോഴും എന്നെ കണക്ട് ചെയ്യുന്നതും. അതുപോലെ ഈ കുഞ്ഞു കുട്ടികളൊക്കെ അവർക്ക് എന്തോ ഒരു ഇതുപോലെ കോമഡി പോലെ എന്നെ കാണുകയും പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്തതിൽ ഒരുപാട് സന്തോഷം. ബിരിയാണി സൂക്കിൻ്റെ കഥ പറയും കൂട്ട് ബിരിയാണി മസാല കൊണ്ട് നമ്മളെ നാട്ടിലുള്ള മുഴുവൻ പെണ്ണുങ്ങളും നല്ല മൊഞ്ചുള്ള, അല്ലെങ്കിൽ എന്താ പറയേണ്ടത്, നമ്മൾ നല്ല മറ്റുള്ള ബിരിയാണി ഉണ്ടാക്കട്ടെ. എല്ലാവരും അതിനകത്ത് വീണ് പോട്ടെ. പുതിയ നമ്മളെ നാട്ടിലേക്ക് കെട്ടിക്കൊണ്ടുവരുന്ന പുയ്യാപ്പിളമാരെ മുഴുവൻ വീഴ്ത്താൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മളെ അസിലെന്നല്ല എൻ്റെ ബിരിയാണി സൂക്കിൻ്റെ ബിരിയാണി മുന്നോട്ട് വരട്ടെ എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ബിരിയാണി കഴിച്ചിട്ടില്ല, ഇന്ന് ഇവിടുന്ന് കഴിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇന്ന് ശിവരാത്രി ഒക്കെയാണ്, എന്നാലും ബിരിയാണി കഴിക്കാണ്ട് പോകാൻ പറ്റാത്തൊരു മാനസിക വിഷമുണ്ട്. രാത്രിയല്ലേ ശിവരാത്രി.
രാത്രിയാണ് ശിവരാത്രി ആഘോഷിക്കേണ്ടത്. പക്ഷെ ബിരിയാണി കഴിക്കാൻ നമ്മൾ എങ്ങനെ പോകും? അതാ ആ നഷ്ടം ഞാൻ ഏറ്റെടുക്കുന്നില്ല. തീർച്ചയായിട്ടും ഞാൻ രാവിലെ അമ്പലത്തിലൊക്കെ പോയതുകൊണ്ട് ബിരിയാണി തിന്നും. അതാണ്, ബിരിയാണി കഴിച്ചിട്ടേ ഇവിടുന്ന് പോകുള്ളൂ. അതിൻ്റെ രുചി ഇനി എവിടെ നിന്നെങ്കിലും ആളുകൾ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കത് പറയാൻ പറ്റണം. അത് ഞാൻ കഴിച്ചിട്ടുള്ള ബിരിയാണിയാണ്, ഞാൻ കൂട്ടിയിട്ടുള്ള അച്ചാറാണ് എന്ന് എനിക്ക് പറയാൻ പറ്റണം. ഇന്ന് ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ ഇവിടെയുള്ള അസ്ലമിൻ്റെയും അതുപോലെ ഷമീർ ഖാൻ്റെയും നിങ്ങളുടെ എല്ലാവരുടെയും ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഇവിടെ ഉണ്ട്. അവരുടെ ഒരു പ്രാർത്ഥനയും ആവശ്യവും ഒക്കെ കാണുമ്പോൾ അത് തന്നെയാണ് നിങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയിലുള്ള ശക്തി. അതെന്നും ഉണ്ടാവട്ടെ. എല്ലാവരും ഒരു നല്ല കൈയ്യടി നമ്മുടെ MIT മൂവീസിലെ പാത്തും നമ്മുടെ ARFിലെ മാണിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് നല്ലൊരു കൈയ്യടി നമ്മുടെ ആണും കെട്ടി നമ്മളും പട്ടുകാരിയോ കൊടുത്തേക്കുണ്ട്. താങ്ക് യു. മതി, ഇനി നമ്മള് ബിരിയാണി വെച്ചിട്ട് കാണാം. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ഇഷ്ടമായില്ലേ? ഭക്ഷണത്തിന്റെ കാര്യത്തില് കോംപ്രമൈസ് ഇല്ലാത്താണ്. അപ്പം ഇവിടെ വന്ന സമയത്ത് ഇത് കണ്ടപ്പോ ഞാൻ ബിരിയാണി ഇല്ലായിരുന്നു. അപ്പൊ ഇത് പൊട്ടിക്കാൻ വേണ്ടി കുറെ ഞാൻ നോക്കി കൊടുത്തു. അപ്പം എന്തായാലും ഈ ഒരു സ്വപ്നത്തിന് ചെറിയൊരു ഭാഗവത്താവാൻ സാധിച്ചതിൽ സന്തോഷം. ബിരിയാണി കഴിക്കണം. ബിരിയാണി സൂക്കിന്റെ കഥ പറയും കൂട്ടിന്റെ പുതിയ ബിരിയാണി കഴിച്ചിട്ടേ ഞാൻ പോവുള്ളൂ. ടേസ്റ്റ് അറിഞ്ഞിട്ട് നമ്മുടെ സ്വന്തം ബിരിയാണി കൊടുവള്ളിക്കാരുടെ, കൊടുവള്ളി, കൂനൂർ, എല്ലാവരുടെ നമ്മുടെ കോഴിക്കാട്ടുകാരുടെ ബിരിയാണി സൂക്കിന്റെ മസാലക്കൂട്ട് വെച്ചിട്ട് ബിരിയാണി ഉണ്ടാക്കിയ മക്കളെ പിന്നെ നിങ്ങൾ ഒരിക്കലും അത് വിട്ടുമാറില്ല. അപ്പം നിങ്ങൾ അടുത്തുള്ള ഷോപ്പുകളിലൊക്കെ സാധനം ഉണ്ടാവും, വാങ്ങിച്ചിട്ട് ടേസ്റ്റ് ചെയ്തിട്ട് ഫീഡ്ബാക്ക് എന്തായാലും കമന്റ് ചെയ്യും.